ഗൈസ് നമ്മുടെ പൂജാ സ്റ്റോർ സെറ്റപ്പാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സിനിമയിൽ കാണുന്ന ഈ പൂജാ സ്റ്റോർ ഉണ്ടല്ലോ, അത് ഞങ്ങളൊരു കട കാലിയായിട്ട് കിടക്കുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഒരു കട സെറ്റ് ചെയ്തെടുത്തതായിരുന്നു. ഒന്നും ഉണ്ടാകുന്നില്ല, ഏതൊരു ഫാൻസി സ്റ്റോർ ആയിരുന്നു, അത് പൊളിച്ചു. അങ്ങനെ ഞങ്ങളവിടെ വന്ന് അത് ഒരൊറ്റ ഷട്ടർ ഇട്ട് 2 കടകളാക്കി മാറ്റി. അങ്ങനെ എല്ലാ സാധനങ്ങളും അതിലോട്ട് അടുപ്പിച്ചു. പൂജാ സ്റ്റോറിൻ്റെ കടയിൽ നിന്നും കുറേ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഞങ്ങളിത് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തു. പിന്നെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ വെച്ചു. ശരിക്കും ഒരു പൂജാ സ്റ്റോറിൻ്റെ എന്തൊക്കെ ലൈവായിട്ടുള്ള സാധനങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾ അതിൽ മാക്സിമം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഫാൻസി കടയും ഇവിടെ ഒരു പൂജാ സ്റ്റോറും എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ദിവസത്തെ സെറ്റപ്പിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് രാത്രി ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം വർക്കെല്ലാം ഫിനിഷിംഗ് ആയി. അപ്പോൾ ഈ കാണുന്ന ഒരു സെറ്റപ്പിലോട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ആക്കി മാറ്റി പിന്നെ ലൈവായിട്ട് ഷൂട്ട് നടക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ മനോഹരമായിട്ട് ആ ഒരു ഏരിയ നമുക്ക് സെറ്റ് ചെയ്തത്. ശരിക്കും സിനിമയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ അത് ഇതുപോലൊരു സെറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ന് തോന്നില്ല. ഒറിജിനൽ പൂജാ സ്റ്റോറിൽ പോയി ഷൂട്ട് ചെയ്തതാണെന്ന്